പ്ലൂട്ടോ സിനിമ കണ്ടു. ആദിത്യൻ ചന്ദ്രശേഖറാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ ചാന്ദ്രി, ബൈജു, അജു വർഗീസ് തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ മലയാളം സൈഫൈ കോമഡി സിനിമയെ കുറിച്ച്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഏലിയൻ എത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെയാണ് പ്ലൂട്ടോ എന്ന സിനിമ പറയുന്നത്. പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നുള്ളത് അവസാനം ഞാൻ പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. ഞാൻ ആ പറഞ്ഞ പ്ലോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യം തോന്നില്ലേ. മലയാളത്തിൽ അങ്ങനെ അധികം വരാത്ത ഒരു ആശയമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഗഗനചാരി അല്ലാതെ ഏലിയൻ പടം ഉണ്ടോ എന്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല. എന്തായാലും ഈ ഒരു ഏലിയൻ ഐഡിയ കൊണ്ട് തന്നെ നല്ല സാധ്യതകളുള്ള ഒരു പ്ലോട്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴും രസകരമായിട്ടാണ് തോന്നിയത്. സോ ഒരുപാട് പ്രതീക്ഷ എനിക്ക് ഈ പടത്തെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇവർ ഈ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വൻ ശോകമായിട്ടാണ്. ഈ ഒരു പ്ലോട്ട് വെച്ച് എന്തൊക്കെ ക്ലീശ കാണിക്കാമോ അതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ചിരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഉദ്യമം തന്നെയാണ്. ഈ പടത്തിലും അവർ ഇതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് പലപ്പോഴും ഒരു വെറുപ്പിക്കൽ ലെവൽ എത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ ആയപ്പോഴാണ് അത്യാവശ്യം കൊള്ളാവുന്ന പോലെയുള്ള ഒരു സീനെങ്കിലും എനിക്ക് തോന്നിയത്. അതുവരെ കോമഡി കാണിച്ച പലതും വെറുപ്പിക്കൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ക്ലൈമാക്സ് എത്തുമ്പോൾ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഭാഗത്ത് ഞാൻ ചിരിച്ചായിരുന്നു. ഒന്ന് കലാരഞ്ജിനിയുടെ ഒരു മിന്നഹയം പോലുള്ള ഒരു പോർഷൻ ഉണ്ട് അവിടെ, പിന്നെ വേറൊരു ഭാഗം. അതിനപ്പുറം എനിക്ക് പേഴ്സണലി ഈ പടത്തിൽ ഒരു ചിരിയും വന്നില്ല എന്നുള്ളതാണ്. പെർഫോമൻസിൽ അൽതാഫ് സലിമാണ് പ്ലൂട്ടോ എന്ന ഏലിയൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ആക്ച്വലി ആ കാസ്റ്റിംഗ് നല്ലതായിരുന്നു. ആ ക്യാരക്ടറിൽ വരുന്ന നടൻ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ പടത്തിന്റെ വിജയവും. അത് നന്നായില്ലെങ്കിൽ പടം മൊത്തം പോകും. ഇതിൽ സംഭവിച്ചത് അത് തന്നെയാണ്. പലപ്പോഴും പുള്ളിയുടെ പെർഫോമൻസ് ഓവറായിട്ടും കുറച്ച് ക്രിഞ്ചായിട്ടും തന്നെ ഫീൽ ചെയ്തു. ചിലയിടങ്ങളിൽ ജസ്റ്റ് ഓക്കെ ആയിട്ടും തോന്നി. നീരജ് മാധവും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് പലപ്പോഴും മലയാളത്തിൽ കിട്ടുന്നതൊക്കെ ഒരു ക്ലീഷ റോൾ എന്ന നിലയിലാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലും അങ്ങനെയായിരുന്നു. ആർഷ ചാന്ദ്രിയുടെ കാര്യവും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. പുള്ളിക്കാരി തന്നെ ചെയ്തു വെച്ച മറ്റു പല കഥാപാത്രങ്ങളുടെയും ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലും. അജു വർഗീസ്, ദിനേശ് പ്രഭാകർ, വിനീത് തട്ടിൽ എന്നിവർ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ക്യാരക്ടേഴ്സും എഴുതി വെച്ചിരിക്കുന്നത് വെറുപ്പിക്കുന്ന രീതിയിലാണ്. അതുപോലെ നീരജിന്റെ അച്ഛനായിട്ട് വന്ന സഹീർ മുഹമ്മദും കൊള്ളായിരുന്നു. മറ്റേ എക്കോയിലെ പോലീസുകാരനില്ലേ പുള്ളി. ബാക്കി സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്ന രണ്ട് താരങ്ങളും കുറച്ച് ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും പോലും നല്ലതല്ലാത്ത ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് ജഗതി ചേട്ടനും ഇന്നസെന്റ് ചേട്ടനും മാമുക്കോയ കൽപ്പനയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ ചിരിക്കാനുള്ള സംഭവം ആ പടത്തിൽ കിട്ടും. പക്ഷെ ഇതില് ചിരിക്കാനൊന്നും വരുന്നുമില്ല. പലതും കോപ്രായമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് അവരുടെയൊക്കെ മഹത്വം നമുക്ക് മനസ്സിലാവുക. ടെക്നിക്കലി പടം വലിയ കുഴപ്പമൊന്നുമില്ല, ഡീസന്റ് ആയിട്ടാണ് തോന്നിയത്. VFX ഒക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ സിനിമ എന്ന നിലയിൽ ബഡ്ജറ്റിന് ഫൈൻ ആയിട്ട് തന്നെ തോന്നി. ക്യാമറ വിഷ്ണു ശർമ്മയാണ്, എഡിറ്റർ സനത് ശിവരാജ് ആണ്, ആർക്കാഡോ ആണ് ഇതിന്റെ മ്യൂസിക്. സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ലൗഡും ഓവറായിട്ടും ഫീൽ ചെയ്തായിരുന്നു. ഇത് കോമഡിയാണ് എന്ന മട്ടിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്കോർ ആയിരുന്നു. ഒരു മിനിറ്റ് പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാതെ വിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ചില പാട്ടിന്റെ വരികളൊക്കെ കുറച്ച് രസമുണ്ടായിരുന്നു. പക്ഷെ പാട്ടുകളുടെ എണ്ണം വളരെ ഓവറാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും പാട്ടുകൾ പടത്തിലുണ്ട്. ആ പാട്ടുകളുടെ എണ്ണം കുറച്ചാൽ തന്നെ പടത്തിന്റെ ലെങ്ത് ഒരു 1.5-1.25 മണിക്കൂറിൽ തീർക്കാമായിരുന്നു. പടത്തിന്റെ മറ്റ് നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ യാതൊരു ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നുന്നില്ല. ഒരു ക്യാരക്ടേഴ്സിനോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഏലിയൻ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നണം, ഇല്ലെങ്കിൽ പടം പാളും. ഇതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ഥിരം ഇങ്ങനെയുള്ള പടങ്ങളിലെ കുറെ ക്ലീഷേ ഈ സിനിമയിലും ഉണ്ട്. എങ്ങനെ പടം തീരുമെന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ ഊഹിക്കാൻ പറ്റും. ആകമത്തിന്റെ ടോട്ടലിൽ ഇടയ്ക്ക് 1-2 ഭാഗങ്ങൾ ഓക്കെ ആയിരുന്നു. ബാക്കി ഓൾമോസ്റ്റ് ഒരു 75-80% ഒരു അന്യഗ്രഹാപരാധമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇക്കാലത്ത് ചിരിപ്പിക്കാൻ തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് ഈ പടവും തെളിയിക്കുന്നത്. ആൻഡ് ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടാവും. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 15 മിനിറ്റ് എങ്ങാണ്ടാണ് പടത്തിന്റെ ലെങ്ത്. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.